ഇതിനായിട്ട് ഞാൻ 7 പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് വലിയ പീസായിട്ടാണ് മുറിച്ചേക്കുന്നത്. ഇനി ഇതിൽ പുറത്ത് മസാല പറ്റണം. മസാല പറ്റുന്നതിന് മുന്നേ വലിയ പീസായതുകൊണ്ട് ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ള മാംസമാണല്ലോ, അപ്പോൾ അതിൻ്റെ പുറമേ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് മസാല പറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരയുന്നത്. അങ്ങനെ എല്ലാ പീസസും വരഞ്ഞെടുക്കാം. ഇനി ഇതിനൊരു മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി, 15 ചെറിയ വെളുത്തുള്ളി തൊലിയോട് കൂടിയത്, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 10 ചെറിയ ഉള്ളി. ഇത്രയും സാധനങ്ങൾ ഒന്ന് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയോ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് പരട്ടാം. ഈ അരച്ച മസാല ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഉപ്പ് ആവശ്യത്തിന്, പകുതി നാരങ്ങയുടെ നീര്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു പേസ്റ്റ് കണക്കെ ആക്കിയെടുക്കണം. ഇത് കണക്കെ ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം ഇതിലേക്ക് മസാല നന്നായിട്ട് പെരണ്ട് വരുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നല്ലപോലെ മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. അതിനായിട്ടൊരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചെടുക്കാം. ഇത് നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, അപ്പോൾ അതനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നാടൻ കറിയല്ലേ, അപ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഇതൊരു മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ വേഗത്തില്ല. ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് 2 സൈഡും മൂത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് കണക്കെ എല്ലാ പീസസും വറുത്തെടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ചിക്കൻ വറുത്ത ആ സെയിം എണ്ണയില്ലേ, അതിലേക്ക് എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കേണ്ട. എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇപ്പോൾ ഞാൻ ഒഴിച്ചേക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്. ഇതിൽ വേറെ മസാലകളൊന്നും ചേർക്കണ്ട. ഇത് ചിക്കൻ വറുത്തിരിക്കുന്ന എണ്ണയിൽ നല്ലപോലെ മസാലയുണ്ട്. ആ മസാല മതി ഇതിന്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ എണ്ണയിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടുന്നത് ഈ സവാള ഒരുപാട് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് സവാള ഇതുപോലെ ആയിട്ട് തന്നെ ഇരിക്കണം. എന്നാൽ സവാള മൂക്കുകയും വേണം. ആ ഒരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ആക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം. ഇതിൽ എത്ര കറിവേപ്പില കിടക്കുന്നോ അത്രയും ടേസ്റ്റാണ്. ഇതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. സവാള മൂത്തത് ഇത് മതി കേട്ടോ. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ട് പെരണ്ട് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചമ്പാവരി ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാട്ടോ. കുറച്ച് മോരുകറിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.